മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു നാടക രചയിതാവാണ്, നാടക നിർമ്മാതാവാണ്, ഒരു പ്രൊഫഷണൽ സമിതിയുടെ ഓണറാണ്. കൂടാതെ കൊച്ചിൻ നടന എന്ന സമിതി നിയന്ത്രിക്കുകയും അത് നടത്തുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇദ്ദേഹമാണ് ബേബി വെള്ളാന്തറയിൽ. നമസ്കാരം സർ. നമസ്കാരം. സ്പിരിറ്റ് ഓഫ് യൂട്യൂബ് ചാനലിലേക്ക് അങ്ങേ ഹാർദമായി സ്വാഗതം ചെയ്യും. താങ്ക് യു. അപ്പോൾ അങ്ങയുടെ സമിതിയുടെ പേരെന്താണ്? കൊച്ചിൻ നടന. കൊച്ചിൻ നടന. കൊച്ചിൻ നടന എത്ര വർഷമായി നടത്തുന്നു? ഇപ്പോൾ 6 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 വർഷമായിട്ട് നടത്തിക്കൊണ്ടുപോയി. ഇതിൽ നാടകങ്ങളെല്ലാം പരമാവധി തെറ്റില്ലാതെ ഓടിയോ ഈ 6 വർഷത്തിലും? എല്ലാ നാടകങ്ങളും തന്നെ വലിയ 100 സ്റ്റേജിൽ കൂടുതൽ ഓടിയതാണ് മിക്ക നാടകങ്ങളും. ഒരു നാടകങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ 100 സ്റ്റേജിൽ കൂടുതൽ കളിച്ചിട്ടുള്ളതാണ്. ഈ നിർമ്മാതാവ് എന്ന നിലയിൽ അല്ലാതെ അഭിനയമുണ്ടോ? അല്ല, ആദ്യകാലങ്ങളിൽ ഞാനൊരു നടനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സംവിധായകനായി, അത് കഴിഞ്ഞ് പിന്നെ എഴുത്തുകാരനായി. ഇത് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം അഭിനയം എന്ന കാര്യം നിർത്തിവെച്ചു. പിന്നെ സമിതി നിയന്ത്രണവും പണം മുടക്കും മാത്രമായി. അതെ 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 അതെ. അപ്പോൾ നടനാണ്, രചയിതാവാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്. ഈ 4 രീതിയിലുള്ള വർക്കുകളാണ് ഒരു സമിതിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നത്. ഈ വർഷത്തെ നാടകത്തിൻ്റെ പേരെന്താണ്? കാണാപ്പൊന്ന്. കാണാപ്പൊന്ന്. എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 9 വേദികൾ കഴിഞ്ഞു. കാണാപ്പൊന്ന് എന്ന നാടകമാണ് ഈ വർഷം കൊച്ചിൻ നടന ഈ വരും സീസണിൽ പറന്ന് കളിക്കുവാൻ പോകുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ നാടക രചയിതാവാരാണ്? നാടക രചയിതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ VR സുരേന്ദ്രൻ. പിന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത് വത്സൻ നിസരി. അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ആലപ്പി വിവേകാനന്ദനും പിന്നെ ജോയ് ജോസഫ് എന്നൊരു സുഹൃത്ത്. അതുപോലെ തന്നെ രംഗപടം ചെയ്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് വിജയൻ കടമ്പേരി. എന്തായാലും ഇന്നത്തെ കാലത്ത് പിന്നെ വന്ന നല്ലൊരു രചയിതാവും നല്ലൊരു സംവിധായകനുമാണ്. VR സുരേന്ദ്രൻ്റെ സ്ക്രിപ്റ്റുകളൊന്നും മോശമായിട്ടില്ല. അദ്ദേഹം എഴുതി തുടങ്ങി. അദ്ദേഹം ആരാധനയ്ക്ക് വേണ്ടിയാണ് ആദ്യം എഴുതി തുടങ്ങിയത്. ഇപ്പോൾ രചനയും സംവിധാനവും കൂടി ഒന്നിച്ച് നിർവഹിക്കുന്ന ചില നാടകങ്ങളുണ്ട് അദ്ദേഹം. പിന്നെ വത്സൻ നിസരി എന്ന ബഹുമുഖ പ്രതിയെക്കുറിച്ച് പറഞ്ഞാൽ, വർക്കല ഭൂമിക എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി. വർക്കല ജോയി എന്ന അനശ്വരനായ നടൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച് നാടകരംഗത്ത് വന്ന് ഒട്ടനവധി പ്രൊഫഷണൽ നാടകങ്ങളിൽ വേഷം ചെയ്ത് സംവിധായകനായി മാറിയ വ്യക്തിയാണ്. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുണ്ട്. ഏതൊക്കെ നാടകം സംവിധാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഏതാണ്ട് 100-ന് മേലെ 200-ന് മേലെയൊക്കെ ഓടിയ നാടകങ്ങളുണ്ട്. അപ്പോൾ ആ രണ്ട് പ്രമുഖ വ്യക്തികൾ ചേർന്നാണ് ഈ കൊച്ചിൻ നടനയുടെ കാണാപ്പൊന്ന് എന്ന നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സാറേ, അപ്പോൾ ഇതിൽ പാട്ടില്ലേ? പാട്ടുണ്ട്. അല്ല, ഇത് ഗാനരചയിതാവിൻ്റെ പേര്? ഗാനരചയിതാവ് മറ്റേ ചെമ്പഴന്തി ചന്ദ്രബാബു. അദ്ദേഹം അറിയപ്പെടുന്നൊരു ഗാനരചയിതാവാണ്. അതുല്യ, പിന്നെ അഹല്യ, അതുപോലെ തന്നെ സംഘചേതന, ഇത്തരം ഒട്ടനവധി പ്രൊഫഷണൽ നാടകങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ചെമ്പഴന്തി ചന്ദ്രബാബു. പിന്നെ സംഗീത സംവിധായകൻ ആലപ്പി വിവേകാനന്ദ മാഷ്. നിരവധി തവണ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല സംഗീത സംവിധായകനുള്ള അവാർഡ് നേടിയ വ്യക്തി കൂടിയാണ്. മറ്റ് വേറെ ഒരാളുടെ പേരൂടെ പറഞ്ഞല്ലോ, ജോയി ജോസഫ്. പിന്നെ ജോയി ജോസഫ് എന്ന സംഗീത സംവിധായകൻ കൂടി ചേർന്നാണ് ഈ നാടകത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഇന്ന് രംഗപടം ഇന്ന് അറിയപ്പെടുന്ന വിജയൻ കടമ്പേരി എന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന ആരൊക്കെയാണ്? അഭിനയിക്കുന്നത് മുനമ്പം മധു, പിന്നെ ഗിരിജ മധു, പിന്നെ സനൽ കോട്ടയം, ഏലിയാസ് മാത്യൂസ്, അതുപോലെ തന്നെ നന്ദിത നായർ, ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് മറ്റേ ജോസ് പൂക്കൾ എന്ന ഒരു ഹാസ്യനടനും കൂടി ഇതിൽ വേഷപ്പെടുന്നുണ്ട്.
ഈ നാടകത്തിൻ്റെ രചയിതാവും ഈ സംവിധായകനും തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ നാടകവും ചെയ്തത് അല്ലേ? ഈ വർഷവും അവർ രണ്ടുപേരും തന്നെ വന്നു. അതെന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് പല സംവിധായകരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ നോട്ടം എന്ന നാടകത്തിന് നമ്മുടെ സുരേഷ് ദിവാകരനും അതുപോലെ തന്നെ ഹേമന്ത് കുമാറുമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത വരുന്ന നാടകത്തിന് നമ്മുടെ രാജീവ് മമ്പിളിയും അത് പ്രദീപ് കുമാർ കാവുന്തറയുമായിരുന്നു മറ്റേ വെള്ളക്കാരൻ എന്ന നാടകത്തിന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു നാടകത്തിന് വേറൊരു സംവിധായകനെ വെച്ചിരുന്നുവെങ്കിലും അത് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മാറ്റേണ്ടി വന്നു. പക്ഷേ ഇവരെ രണ്ടുപേരെ തുടർച്ചയായിട്ട് എടുക്കാനുള്ള ഒരു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു നാടകമാണ് കഴിഞ്ഞ കൊല്ലം അവതരിപ്പിച്ച സ്നേഹതീരത്തൊരാൾ. അപ്പോൾ അത് VR-ൻ്റെ ആ രചനയും അതുപോലെ തന്നെ ഈ വത്സൻ മിശ്രയെ അടുത്തിരുന്ന് കണ്ടുകൊണ്ട് അയാളുടെ ആ സംവിധാന ശൈലിയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു അവസരമാണ്. അവരുടെ സഹകരണം. അതെ 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 മറ്റ് പലരും പല രൂപത്തിൽ പാവത്തിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 100% അവരുടെ ആ ഒരു പ്രവർത്തന ശൈലി എനിക്കിഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇക്കൊല്ലവും അവരെ തന്നെ വെക്കുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ ഈ വർഷവും നല്ല രീതിയിലാണ് അവർ രണ്ടുപേരും കൂടി ഈ നാടകം ഒരുക്കി തന്നിരിക്കുന്നത്. രചന, സംവിധാനം, സംഗീതം, രംഗപടം, ഗാനരചന എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ച് പിന്നിലേക്ക് നമുക്കൊന്ന് പോയാലോ? യെസ് സാർ, ഇത് ഈ നാടകരംഗത്ത് എങ്ങനെയാണ് വന്നുപെട്ടത്? നാടകത്തിൻ്റെ രംഗത്ത് വന്നു വിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു എന്താ പറയുക മാനസിക അവസ്ഥയാണ്. കാരണം ഞാൻ ഏതാണ്ട് 82-83 കാലഘട്ടത്തിൽ എറണാകുളം നാടക സംഘം എന്ന് പറഞ്ഞ ഒരു സംഘം രൂപീകരിക്കുകയും ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകം അവതരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ രചനയും സംവിധാനവും പ്രധാന നടനുമൊക്കെ ഞാനായിരുന്നു. പക്ഷേ ഒരു 10-35 വേദികൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രമേൽ കടമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നാട് കടത്തപ്പെടുക എന്ന് പറഞ്ഞ മാതിരി അന്ന് ഈ ഗൾഫിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനമാണ്, ഇനി എന്തെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ നാടക പ്രസ്ഥാനമായിട്ട് തന്നെ മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് തന്നെയാണ് 10-30 വർഷം കഠിനാധ്വാനത്തിന് ശേഷം ഇവിടെ വന്ന് അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ സമയം ആരെന്ത് പറഞ്ഞാലും എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് പറ്റിയ വേദി എന്ന രീതിയിൽ നാടകത്തെ നമ്മൾ തിരഞ്ഞെടുത്തത് ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആരുമായിട്ടും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നാടകത്തെ സംബന്ധിച്ചിട്ട് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 100 കൂടുതൽ വേദികളിൽ പ്രത്യേകിച്ച് നോട്ടം മാതിരിയുള്ള നാടകം ഓടിയെങ്കിലും ഇതൊരു വലിയൊരു ലാഭത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്കൊരിക്കലും സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പല സുഹൃത്തുക്കളോടും നാടകം ഭംഗിയായി നടത്തുന്നവരോടും ഒക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളെക്കാൾ ഈ പറഞ്ഞ മാതിരി വേദികൾ എത്ര കിട്ടുന്നു എന്നല്ല, അതിൻ്റേതായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലാഭത്തിൽ നാടകം ഓടിക്കുവാൻ ഒരു 2-3 ട്രൂപ്പുകൾക്ക് മാത്രമേ ഒരു കൊല്ലത്തിൽ കഴിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാറ് പറഞ്ഞ കാര്യം ഇതുപോലെ മറ്റു ചില സമിതികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നാടകം ഇറക്കും, നാടകം ഓടും, പക്ഷേ തുച്ഛമായ ലാഭം മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം ആർട്ടിസ്റ്റുകളുടെ അഡ്വാൻസും ശമ്പളവും കൂട്ടി, അതുപോലെ തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാവരുടെയും ശമ്പളം കൂട്ടി, രചയിതാവിൻ്റെ ഫീസ്, സംവിധായകൻ്റെ ഫീസ്, സംഗീത സംവിധായകൻ്റെ, പിന്നെ സ്റ്റുഡിയോയിലെ റെൻ്റ്, ഇതെല്ലാം കൂടെ നല്ലൊരു തുക തന്നെ വേണം. അപ്പോൾ അത് മുതലാക്കി എടുക്കണമെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് നാടകം തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെയുള്ള നാടകങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 100 സമിതി ഉണ്ടെങ്കിൽ ഏകദേശം അങ്ങേയറ്റം വന്നാൽ 10-15 സമിതികളാണ് ഈ ഉത്സവ സീസണിൽ മൊത്തം എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ആ സൂപ്പർ ഹിറ്റ് നാടകം ഓരോരുത്തർ കാണുമ്പോൾ അത് ആവശ്യപ്പെട്ട് വിളിക്കും. ചിലപ്പോൾ ഒരു മാസം ഒറ്റ ഡേറ്റും കാണില്ല.
ചിലപ്പോൾ സീസൺ തീരുന്നവരെ, മണ്ഡലകാലം തുടങ്ങിയ സീസൺ തീരുന്നവരെയും അവർക്ക് ഡേറ്റ് കാണാത്തതുകൊണ്ട്. അപ്പോൾ സാർ പറഞ്ഞതിലൊരു ശരി തന്നെയാണ്. അപ്പോൾ അത് ഈ നല്ല നാടകമാണെങ്കിൽ ഓടും എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? അങ്ങനെയല്ല, നല്ല നാടകങ്ങൾ തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സൂപ്പർ ഹിറ്റ്, ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകരും അതേപോലെ എഴുത്തുകാരും ഒക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ വെച്ച് ഓടിച്ചുകൊണ്ട് 100-ൽ കൂടുതൽ നാടകം ഓടിക്കുമ്പോഴും നാടകം നഷ്ടത്തിലാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സൂപ്പർ ഹിറ്റ് സംവിധായകരായതുകൊണ്ടോ സൂപ്പർ ഹിറ്റ് എഴുത്തുകാരനായതുകൊണ്ടോ നാടകം സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ടോ നമുക്ക് ലാഭത്തിൽ ഓടണമെന്നില്ല. ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് അത് കണക്ക് കൂട്ടുമ്പോഴാണ് ഈ നാടകങ്ങൾ പലതും ഡൗണിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഒന്നും പറയേണ്ടതില്ല, ഇപ്പോൾ വലുതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിൽ ഒരു 4 ലക്ഷം രൂപ അഡ്വാൻസും അതേപോലെ തന്നെ 4000 രൂപ ശമ്പളവും കൊടുത്തുകൊണ്ട് ഒരു 3-4 ആർട്ടിസ്റ്റിനെ വെക്കുമ്പോൾ തന്നെ അവർക്ക് എത്രയാണ് ആ ശമ്പളം പോകുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ട്രൂപ്പിനും കുറച്ച് നാടകങ്ങളോടും ഞങ്ങളെക്കാൾ കൂടുതൽ ചെറുതായിട്ട്, കാരണം നിരന്തരമായിട്ട് നാടകം ഉള്ളപ്പോഴത്തേക്കും ചെറിയ ലാഭം കിട്ടുമെന്നല്ലാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകരെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ടോ നാടകം ഓടണമെന്നില്ല. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മ മനസ്സെന്ന് പറയുന്ന നാടകം. ആ നാടകത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകരുമില്ല, എഴുത്തുകാരനുമില്ല, നടന്മാരുമില്ല. പക്ഷേ നാടകം വളരെ നല്ല ഗംഭീരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം ആ രീതിയിലുള്ള നാടകങ്ങളാണ്. കുടുംബ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഏതാണ്ട് ഒരു 5-6 ലക്ഷം രൂപയിലൊക്കെ ഒതുങ്ങുന്ന നാടകമാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട്, അപ്പോൾ ഈ 20 ലക്ഷം 28 ലക്ഷം 30 ലക്ഷമൊക്കെ കൊടുത്തിട്ട് നാടകം ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി കുറേ നഷ്ടത്തിലേക്ക് പോകാമെന്നല്ലാണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും നാടകം കിട്ടിയെങ്കിലേ മുതൽ തപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ പൊതുവെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നാടകം മേപ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ പരിസരത്തിലൊക്കെ ഈ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ നാടകം കുറഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെയൊക്കെ ഈ നാടൻപാട്ടും മറ്റേ കലാമേളകളും ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാടകത്തിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ ഇതെവിടെ കൊണ്ട് അവതരിപ്പിക്കൂ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നു. അതാണിപ്പോൾ നാടക വേദി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പുതിയ ആൾക്കാർ വന്നിട്ട് പുതിയ നാടകങ്ങൾ, അതൊരുവിധം ആവറേജെങ്കിലും ഉള്ള നാടകങ്ങളാണ് ഇറക്കുന്നത്. പക്ഷേ ഇത് അവതരിപ്പിക്കാനുള്ള വേദികൾ വളരെ പരിമിതമാണ്. അത് വലിയ പ്രശ്നമാണ്. അല്ല സാർ, ഇപ്പോൾ ഈ സർക്കാർ നാടക സമിതികൾക്ക് ലോൺ കൊടുത്തുള്ള നാടകമൊക്കെ അത്തരം കാര്യങ്ങൾക്ക് ശ്രമിച്ചിട്ടില്ലേ? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ലോൺ കിട്ടുന്നതായിട്ട് ഒരറിവില്ല. ഞാൻ കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ പല സുഹൃത്തുക്കളും നാടകം ഇറക്കാനായിട്ട് ഈ പലിശക്ക് പൈസ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ ആ വിധത്തിലൊക്കെ ശ്രമിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ലോണോ ഒരു സൗകര്യങ്ങളോ ഒന്നും നേരത്തെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു 50 സമിതികൾക്ക് 4 ലക്ഷം രൂപ വെച്ച് കൊടുത്തത് ഒഴിച്ചാൽ, അത് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നും അതിൻ്റെ വിമർശനങ്ങൾ നിന്നിട്ടില്ല. കാരണം അർഹതപ്പെടാത്ത പല സമിതികളും അത് വാങ്ങിക്കുകയും അർഹതപ്പെട്ടവരെ പലതും ഒഴിച്ചു നിർത്തുകയും ചെയ്യുന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന്. കാരണം ഞാൻ ആ 50 ട്രൂപ്പിൻ്റെ ലിസ്റ്റ് എടുത്ത് ആ നാടകവും കുറേയൊക്കെ കണ്ടതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്, അർഹതപ്പെടാത്ത പല ട്രൂപ്പുകളും അതിൻ്റെ അകത്ത് കയറിയ ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ട് 4 ലക്ഷം രൂപ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അർഹതപ്പെട്ട നല്ല ഒന്നാന്തരം നാടകങ്ങൾ അവതരിപ്പിക്കുന്ന പല ട്രൂപ്പിനും അതിലേക്ക് അവസരം കിട്ടിയില്ല. അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് നമുക്കും അറിയാൻ പാടില്ല. എന്തായാലും ആ ഒരു പ്രവണത നാടക ലോകത്ത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ അർഹതപ്പെടാത്ത സമിതികൾ സാർ ഉദ്ദേശിച്ചത് ഈ രാഷ്ട്രീയ സ്വാധീനവും അല്ലെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് ഇത് മേടിച്ചെടുത്തിട്ട് പേരിന് വേണ്ടി ഈ ലോൺ മേടിച്ചെടുത്തിട്ട് നാമമാത്രമായ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു സമിതി ഇറക്കുന്നു, അതിനെ ഉദ്ദേശിച്ചാണ്.
തീർച്ചയായിട്ടും അത് നമ്മളെ രാഷ്ട്രീയ സ്വാധീനമൊന്നും പറയുന്നില്ല. എന്തായാലും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം എല്ലാവരും വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ അകത്ത് ഈ പാർഷ്വാലിറ്റി വരിക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് തന്നെയല്ല, ഈ നാടക മത്സരങ്ങൾ വരെ നടക്കുമ്പോൾ ഇത് പലപ്പോഴും അത്ര ക്ലിയറായിട്ട് പോകുന്നില്ല. ഞാൻ ഈ ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. അവിടെ ഈ നാടക മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, ചില മാനദണ്ഡങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 1, 2 എന്നുള്ള 10, 12 മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾക്ക് ഞങ്ങൾ അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്ന് പൊതുജനത്തിൻ്റെ ഇടയിൽ അവർ ബോധ്യപ്പെടുത്തുകയാണ്. ഓരോ തെറ്റുകളും നോട്ട് ചെയ്ത് ഇന്ന കാരണം കൊണ്ട് ഈ നാടകത്തിന് ഇന്ന കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവാർഡ് കൊടുത്തിട്ടില്ല, ഇതിന് കൊടുക്കുന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഓപ്പണായിട്ട് പറയുകയും അപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിൽ വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ അവരത് കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും അവർക്കത് തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെ അത് ക്ലിയറായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാടകം നടത്തുന്നു, അവാർഡ് പ്രഖ്യാപിക്കുന്നു, ഇന്ന നാടകത്തിനൊക്കെ കൊടുക്കുന്നു എന്നല്ലാണ്ട് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തുന്നില്ല, ജനത്തിന് ബോധ്യമാകുന്നില്ല. ഇപ്പോൾ നാടകങ്ങൾ 10 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 ട്രൂപ്പുകാർ ഇത് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിൽ ഉദ്ദേശിക്കാത്ത ചില ട്രൂപ്പുകൾക്ക് കിട്ടുന്നു, ഉദ്ദേശിക്കുന്ന ട്രൂപ്പുകൾക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് സാറേ വേറൊന്നും കൂടെ ഇതിനിടയ്ക്കൊന്ന് ചോദിക്കട്ടെ. ഈ നമ്മളിപ്പോൾ ഈ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തിട്ട് അവർ ഇതിൻ്റെ കമ്മിറ്റി പഠിച്ചിട്ടാണല്ലോ സെലക്ഷൻ നടക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെയും ഈ വിഭാഗീയത വന്നിട്ടില്ലേ? അല്ല, സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രൂപ്പിന്, ഞാൻ ആ ട്രൂപ്പിൻ്റെ പേര് പറയുന്നില്ല, ഒരു സംഘടനക്ക് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഈ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ 2 പേജ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചു. മുകളിൽ ചെറിയതായിട്ട് പശ ഇട്ടിട്ട് ജോയിൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇവർക്കിത് തുറക്കാണ്ട് അത് വായിക്കാൻ പറ്റില്ല. അതിൻ്റെ ആ 2 പേജിൻ്റെ അകം. അത് കഴിഞ്ഞിട്ട് നാടകം നമുക്ക് സെലക്ഷൻ കിട്ടിയില്ല, ഈ 3 ബുക്കും കൂടി ഇങ്ങോട്ട് അത് നിങ്ങൾക്ക് സെലക്ഷൻ തന്നില്ല, അടുത്ത പ്രാവശ്യം തരാമെന്നും പറഞ്ഞിട്ട് 3 ബുക്ക് വായിച്ചു. അപ്പോൾ ഞാനിത് തുറന്നു നോക്കുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേജ് അവർ മറിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ട്രെൻഡ്. അപ്പോൾ ഇത് നമ്മൾ അനുഭവസിദ്ധനാണ്. ഞാൻ ആ പേജ് ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല തിരിമറികളും ഇതിൻ്റെ അത് തന്നെയല്ല, നമ്മൾ 2023 ജനുവരി മുതൽ ഇറങ്ങുന്ന നാടകങ്ങൾക്ക് മാത്രമാണ് പ്രാവശ്യം സെലക്ഷൻ ഉള്ളതെന്ന് പറയുമ്പോഴും 22ലോ 21ലോ ഇറങ്ങി ഈ അവാർഡ് ഈ 4 ലക്ഷം രൂപ മേടിച്ച ആ നാടക ട്രൂപ്പ് വരെ 2023 നാടകം അവതരിപ്പിക്കാനായിട്ട് സംഗീത നാടക അക്കാദമിയിൽ അവതരിപ്പിക്കാനായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു പാർട്ടിയുടെയൊക്കെ പുട്ടപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിത് പുട്ടപ്പ് ചെയ്തുകൊണ്ട് അവരെ ഒഴിവാക്കാൻ പറ്റുമെന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതോടുകൂടി പിന്നെ നമ്മൾ എന്തിനാ നമ്മളായിട്ട് പറഞ്ഞിട്ട് വേറൊരു ട്രൂപ്പിനെ ഇല്ലാണ്ടാക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടിയില്ല. ഇതാണ് സാഹചര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ. അപ്പോൾ ഇത് പിന്നെ വേറെ ഇപ്പോൾ സാറ് നാടകം തുടങ്ങിയിട്ട് എത്ര? 6 വർഷമായി. പക്ഷേ 84 മുതൽ ഞാൻ 2 വർഷം നാടകം നടത്തിയിരുന്നു. അപ്പോൾ ഈ ഇത്രയും കാലത്തെ നാടക ജീവിതത്തിനിടയിൽ ചില സമിതികൾ ബുക്ക് ചെയ്ത ശേഷം എത്തിച്ചേരാതെ വരികയോ അല്ലെങ്കിൽ നടത്താൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റം വരും. ഇപ്പോൾ ഈ വയനാട് ദുരന്തം അതിനകത്ത് ഉൾക്കൊള്ളിക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തു, പെട്ടെന്ന് നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകളിൽ നിന്നോ മറ്റൊക്കെ എന്തെങ്കിലും വരാതിരിക്കുക, അങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇത് ഈ കലാകാരന്മാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ദുരന്തങ്ങൾ മാതിരിയാണ് നമ്മളിതൊക്കെ കാണുന്നത്. കാരണം എവിടെ ഒരു ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ദുരന്തങ്ങൾക്ക് മുഴുവനും ഈ കലാകാരന്മാരും അവരുടെ ഗ്രൂപ്പുകളുമാണ് അതിൻ്റെ ഭാരം മറ്റവരോടൊപ്പം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്.
ഇപ്പോൾ സിനിമാ ലോകം അവിടെ ഒന്നും ഒരു മാറ്റങ്ങളും ഇവിടെ കൊറോണ കാലത്ത് ഒരു ചെറിയ മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ സിനിമാ ലോകത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവർ എല്ലാ പടങ്ങളും അതാത് സമയങ്ങളിൽ റിലീസാക്കുന്നു. അവിടെ ഈ നാഷണൽ കലാമിറ്റീസോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ഇതാകുന്നില്ല. ഈ നാടക ലോകത്തും അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കും അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്ന മറ്റ് ചില കലാസംഘടനകളെ മാത്രം ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ, ആരെയും കുറ്റം പറയുന്നില്ല, ഇപ്പോഴത്തെ ഒരു പോക്ക് അതാണ്. അത് ശരിയല്ല. ഇവർ മാത്രം ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു രീതി, ഈ ഇതേമാതിരി തന്നെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അവരത് അനുഭവിക്കുകയും അതോടൊപ്പം ഇവർ മാത്രം കൂടി അനുഭവിക്കണം എന്നുള്ള രീതിയിൽ ഒരു പാർഷ്യാലിറ്റി ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒന്നില്ലെങ്കിൽ കലാലോകത്തിനെ മുഴുവൻ ബാധിപ്പിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. ഇത് വേർതിരിവാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ അറിവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ കൊറോണയും ഈ വയനാട് ദുരന്തവും മറ്റ് എന്ത് ദുരന്തങ്ങളൊക്കെ ഉണ്ടായാലും പൊതുവെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നത് സ്റ്റേജ് പ്രോഗ്രാംകാരെയാണ്. അതെ 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 അതെ. അല്ല മറ്റാർക്കും ഒരു പ്രശ്നമില്ല, സിനിമാ മേഖലയിലില്ല, മറ്റ് പിന്നെ രാഷ്ട്രീയ സമരങ്ങൾക്കോ ഒന്നിനും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അറവുകാട് പുന്നപ്ര അറവുകാട് ക്ഷേത്രത്തിൽ ദേവ കമ്മ്യൂണിക്കേഷൻ്റെ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 10 മണിയാണ് ടൈം നമുക്ക് സാങ്ഷൻ തരുന്നത്. അപ്പോൾ നാടകം കണ്ട് ജനം നാടകത്തിൻ്റെ കൂടെ ലയിച്ചങ്ങ് പോവുകയാണ്. പോയി അതിൻ്റെ ക്ലൈമാക്സിന് മുമ്പ് പോലീസുകാരിങ്ങ് വരികയും നേരെ ആംബ്ലിയർ ഓഫ് ചെയ്യുകയും നാടകം നിർത്തിവെപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി പൊതുജനങ്ങൾ കുറേയൊക്കെ പിന്നെ പ്രതിഷേധിച്ചെങ്കിലും പോലീസുകാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പിന്നെ അവിടെ ലാത്തി ചാർജും പ്രശ്നവും ഒക്കെ നടക്കും. അപ്പം അങ്ങനെ വളരെ ദ്രോഹപരമായ കാര്യങ്ങൾ ഈ കഴിഞ്ഞ സീസണിൽ, ഈ കൊറോണ കാലത്തും ഇപ്പോഴും ഈ കഴിഞ്ഞ സീസൺ വരെ നടക്കുന്നത്. ഇപ്പോഴും 10 മണി വരെ സാങ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് മാറ്റം ചെയ്യാൻ കലാരംഗത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറിൻ്റെ അഭിപ്രായത്തിൽ? അല്ല, കലാരംഗത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതിനപ്പുറം വിശ്വാസം എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വിചാരിച്ച് ഇപ്പോൾ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആ ക്ഷേത്രാചാര ചടങ്ങുകൾ നടത്തിയതിന് ശേഷം മാത്രമേ കലാപരിപാടികൾ നടത്തുവാൻ പാടുള്ളൂ. അത് വളരെ ഒരു അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ ആ ക്ഷേത്രാചാര ചടങ്ങുകൾ അതിൻ്റേതായിട്ടുള്ള സമയത്ത് നടക്കുന്നു. അതിനുശേഷം കലാപരിപാടി നടക്കുമ്പോൾ മാത്രം അവർക്ക് മാത്രം ഈ 10 മണിക്ക് ഓഫ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതും ഇതേമാതിരി കലാകാരന്മാരെ മാത്രം ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ഷേത്രവും ഗവൺമെൻറ്റും കലാകാരന്മാരും അതുമായിട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാമെന്നതിനെപ്പറ്റി ചിന്തിച്ച് ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ വെളുക്കോളം പരിപാടി തൂക്കമുണ്ടെങ്കിൽ ഇതൊന്നും ബാധിക്കാണ്ട വിധത്തിൽ അതങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ വലിയ വലിയ പൂരങ്ങളിൽ അവിടെയൊക്കെ ഇവർ സ്പെഷ്യൽ പെർമിഷൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വെളുക്കോളം പരിപാടികൾ നടക്കുന്നുണ്ട്. അതിലിപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം തുടങ്ങിയ ജില്ലകളിലൊക്കെ നേരം വെളുക്കും വരെ കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്നു എന്ന് സമിതിക്കാർ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ കൂടുതൽ ഇതിനെ ബാധിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴ, എറണാകുളം ജില്ല. അപ്പോൾ അത് ഒരു ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഓർഡർ ഇടുന്നു, ഓർഡർ ഇട്ടാൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമില്ലേ? ഇത്ര ജില്ലകൾക്കും ഒരു ജില്ലയ്ക്ക് നടത്താം, മറ്റൊരു ജില്ലയ്ക്ക് നടത്താൻ പാടില്ല. അതിങ്ങനെ വെക്കുന്നത് തെറ്റായ നടപടിയില്ലേ? തീർച്ചയായിട്ടും. ചേംബറുണ്ടല്ലോ, സംഘടനകളുണ്ടല്ലോ. ഇപ്പോൾ ഈ നാടക ചേംബറുകൾ ഇതേക്കുറിച്ച് ഒരു പ്രതിഷേധമോ അല്ല ഇത്ര രൂപയെക്കുറിച്ച് നാടകം നടത്താൻ പാടില്ല എന്നൊരു തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ? ചേംബർ വാസ്തവത്തിൽ ഞങ്ങൾ സമ്മേളനമൊക്കെ കൂടുമ്പോഴത്തേക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള തീരുമാനം എടുക്കും. 30 രൂപ അല്ലെങ്കിൽ അങ്ങേ അറ്റം പോയിട്ടുണ്ടെങ്കിൽ 25 രൂപയിൽ കുറച്ച് നാടകം നടത്താൻ പാടില്ല എന്ന് പറയും. അത് മേളയായിട്ടുണ്ടെങ്കിലും മത്സരമായിട്ടുണ്ടെങ്കിലും ഏതാണേലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന സംഘടനകൾ തന്നെ 13-നും 15-നും വന്ന് വലിയ വലിയ മേളകളിൽ വന്നിട്ട്
പരിപാടി നടത്തിയിട്ട് പോവുകയാണ്. അതിൽ അവതരിപ്പിച്ചവർ, അതിനെ അനുകൂലിച്ചവർ, ഇതെല്ലാം ഒരുമിച്ച് വേണമെന്ന് പറയുന്നവർ തന്നെ ഇവിടെ വന്ന് വളരെ പരിമിതമായ, കാരണം വലിയ വലിയ ചില പ്രസ്ഥാനങ്ങളിൽ 15, 13 ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ തലക്കിടിയാണ്. അപ്പോൾ അതാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ചേംബർ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കണമെങ്കിൽ അത് മറ്റ് ആർട്ടിസ്റ്റുകളും കൂടി അതിൽ സഹകരിച്ച് പറ്റും. അതായത് ഈ നാടകലോകവും ചേംബറും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ തീരുമാനം എടുത്തവർ തന്നെ അതിനെ വയലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവരിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടാവും, അവരത് ചിന്തിച്ച് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ എന്ന് നമുക്ക് എല്ലാ കൊല്ലവും ഇങ്ങനെ, കാരണം ഞാൻ ഈ എല്ലാ കൊല്ലമുള്ള ജെറബോഡിയിലൊക്കെ പോകാറുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന മാതിരി അവിടെ ഇന്ന് വരെ ഈ 25 കുറഞ്ഞൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മുറ്റത്ത് തന്നെ ഇവിടെ വന്നിട്ട് 15-നും 13-നും ഒക്കെ ഈ വലിയ വലിയ ട്രൂപ്പുകൾ വന്നിട്ട് ചെയ്തു പോകണം. എറണാകുളം ജില്ലയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇത് ആരോട് പറയാനാണ്? എന്തായാലും ഈ നാടകം എന്ന തന്നെയല്ല സർവ്വകലാപരിപാടികളും പഴയതുപോലെ തിരിച്ചു വന്ന അമ്പലപ്പറമ്പുകളിൽ സുഗമമായി നടത്തുന്നതിന് ഈശ്വരൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ സാധ്യമാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനി സാറിൻ്റെ ഇപ്പോഴത്തെ നാടകത്തെക്കുറിച്ച് ഞാൻ ഉദ്ഘാടനം കണ്ടായിരുന്നു. നാടകത്തെക്കുറിച്ച് ഞാൻ അതിൻ്റെ അഭിപ്രായങ്ങളും ചില തെറ്റുകളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനവിടെ ചങ്ങമ്പുഴ പാർക്കിൽ കളിച്ചപ്പോൾ അവിടുത്തെ 1-2 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഗംഭീര അഭിപ്രായമാണ് അറിഞ്ഞത്. അപ്പോൾ നാടകം പറഞ്ഞ ഫാൾട്ടുകളെല്ലാം അരിഞ്ഞു മാറ്റി റീസെറ്റ് ചെയ്തിറക്കിയില്ലേ? അപ്പോൾ നാടകം നന്നായി. അല്ല, നാടകം നമ്മൾ റീസെറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ കാര്യമായിട്ടൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ചില ടെക്നിക്കൽ പ്രോബ്ലംസ്, മറ്റ് ചില പിന്നിൽ ചില കർട്ടനിട്ടയിലുള്ള ചില അപാകതകൾ, അതേപോലെ സ്റ്റെയർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ വരേണ്ട, സൈഡിൽ വരേണ്ട കർട്ടൻസ്, അതുപോലെ ചില ആർട്ടിസ്റ്റുകൾ ചെയ്ത ചില പെർഫോമൻസിൽ മൈന്യൂട്ടായിട്ടുള്ള ചില കംപ്ലയിൻസുകൾ. അപ്പോൾ നമ്മളതെല്ലാം വന്ന് നോട്ട് ചെയ്തെടുത്തിരുന്നു. അതെല്ലാമാണ് നമ്മൾ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു 2-3 ദിവസത്തെ റിഹേഴ്സൽ കറക്റ്റായിട്ടിട്ട് സഹസംവിധായകൻ്റെ നേതൃത്വത്തിൽ ഇട്ട് എല്ലാം ക്ലിയറാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. അതുകൊണ്ടാണ് ചങ്ങമ്പുഴ പാർക്കിൽ ചെന്നപ്പോഴത്തേക്കും അത് പെർഫെക്റ്റായിട്ടുള്ള ഒരു നാടകമായിട്ട് മാറിയത്. അപ്പോൾ ഇനിയും നമ്മൾ ആ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ആ നാടകം അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ ഒരമ്മയുടെയും മകളുടെയും ഹൃദയകാരിയായിട്ടുള്ള കഥ പറയുന്ന നാടകം. അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് ജാതി, മതം, രാഷ്ട്രീയം, പ്രാദേശികവും ഒന്നും അതിൻ്റെ അകത്ത് സ്പർശിക്കുന്നില്ല. എന്നാൽ സമൂഹത്തിൽ നടക്കുന്ന ചില തെറ്റായ പ്രവണതകളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ ന്യൂ ജനറേഷൻ്റെ കഥ കൂടിയാണിത്. അപ്പോൾ ആ വിധത്തിലേക്ക് ഇക്കൊല്ലത്തെ ഒരു നല്ല നാടകം എന്ന് തന്നെയാണ്. എല്ലാവർക്കും അവരവരുടെ നാടകം നല്ലതാണ്. പക്ഷെ ഞാൻ എന്നെയും വിമർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കൊല്ലത്തെ ഒരുവിധം എല്ലാവർക്കും സകുടുംബം കണ്ടിരിക്കാവുന്ന വളരെ ഒരുപാട് നല്ല സന്ദേശങ്ങൾ, മെസ്സേജുകൾ നൽകുന്ന ഒരു നല്ല നാടകമാണ്. അതിന് എല്ലാവരും വേണ്ട പ്രോത്സാഹനം തരണം, വേദികൾ തരണം, തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഭാവിയിൽ കൂടുതൽ നാടകങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. സാറിൻ്റെ ഈ വാക്കുകൾ കേട്ട ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, ഫൈൻ ആർട്സുകൾ, ആ നാടകം ഞങ്ങൾ ഏജൻസികൾ കുറേ പേര് കണ്ട് ആദ്യം ഫസ്റ്റ് കളി എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്ക് കർട്ടൻ്റെയും ചില ആദ്യം തന്നെ നന്നായിട്ട് സെറ്റാകാതെ എന്നുവെച്ചാൽ പിന്നെ സെറ്റായില്ലെങ്കിൽ തന്നെയും ചില അപാകതകൾ ഉണ്ടാകും ഒരു നാടകം. പക്ഷേ അതെല്ലാം ശ്രദ്ധിച്ച് അതിന് വേണ്ട മാറ്റം വരുത്തി ചങ്ങമ്പുഴ പാർക്കിൽ കളിച്ച് ഗംഭീര അഭിപ്രായത്തോടെ നിൽക്കുന്ന ഒരു നാടകമാണ് കൊച്ചിൻ നടന അവതരിപ്പിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒരു വേദി കൊടുത്ത് ഇദ്ദേഹത്തെയും കുടുംബം പോറ്റാനായി ഇദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും സഹകരിക്കണമെന്ന് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന് വേണ്ടിയും കൊച്ചിൻ നടനയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.